വളരെ എളുപ്പമായിട്ട് തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഒരു സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അവസാനം ഞാൻ സാരി കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഓണസദ്യ, ഓണപ്പൂക്കളം, ഓണാഘോഷങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമാണല്ലേ ഓണസാരി. പക്ഷെ സാരി ഉടുക്കാനായിട്ട് എല്ലാവർക്കും ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. സാരി ഉടുക്കുമ്പോൾ പ്ലീറ്റ് കറക്റ്റായിട്ട് വീഴുന്നില്ല, പല്ലു ശരിയാകുന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അഴിഞ്ഞു പോകുന്നു എന്ന സംശയം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമായിട്ട് തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഒരു സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അവസാനം ഞാൻ സാരി കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാരി ഉടുക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ട് പല്ലു പ്ലീറ്റ് ചെയ്യണതാണല്ലേ. പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്തൊക്കെ നമുക്കിത് എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെങ്ങനെയാണ് നോക്കാട്ടോ. സാരിയുടെ മുന്താണി ഭാഗം നന്നായിട്ട് വിരിച്ചിടുക. നമ്മൾ അയൺ ചെയ്യുന്ന ടേബിൾ, അതല്ലെങ്കിൽ കട്ടിൽ, അങ്ങനെ കൂടുതലായിട്ടും ടേബിളുകളിൽ വിരിച്ചിടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരേ അളവിൽ പ്ലേറ്റുകൾ എടുക്കുക. എന്നിട്ട് ഓരോ പ്ലേറ്റ് എടുക്കുമ്പോഴും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് പ്ലീറ്റുകൾ കിട്ടും കേട്ടോ. ഒരേ അളവിൽ നല്ല പെർഫെക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരു സാരിയുടെ ഏറ്റവും ഭംഗി കേട്ടോ. ഈ ഒരു മുന്താണി ഭാഗം നല്ല കറക്റ്റ് അളവിൽ വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ പണി കഴിഞ്ഞു കേട്ടോ. സാരി എടുക്കുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മുന്നേ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. പ്ലീറ്റുകളെല്ലാം ഒപ്പമായിട്ട് ഒരേ അളവിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഈ പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ മുന്നിലേക്ക് ഇടേണ്ടത്. എന്നിട്ടാണ് ഇങ്ങനെ പ്ലീറ്റുകൾ എടുക്കേണ്ടത്. പിന്നീട് നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്ത് വരുമ്പോൾ അറിയാലോ, നമുക്ക് ഇങ്ങനെ ബ്ലൗസിൻ്റെ അവിടെ കുത്താനായിട്ട് വരുന്നൊരു ഭാഗവും അതുപോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്ന ഭാഗവും, അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ വരിക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട്, പക്ഷേ നമ്മൾ ഒരേ അളവിൽ പ്ലീറ്റ് എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ വരുള്ളൂ. അപ്പം അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പ്ലീറ്റുകൾ എടുക്കുക. എല്ലാം എടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക കേട്ടോ. ചില സാരികളിൽ തെറ്റത്ത് കണ്ടോ ഇങ്ങനൊരു സംഭവം കസവ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എടുത്തതിന് ശേഷം ഒന്നും കൂടിയൊക്കെ അളവൊന്ന് കറക്റ്റാക്കിയിട്ട് ഒതുക്കി വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഈ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഭാഗത്തൊരു പിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ പിന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ട് കുറച്ച് താഴെ വരെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുക. നമ്മൾ പ്ലേറ്റുകൾ എടുത്തു വരുമ്പോൾ പ്രത്യേകം കണ്ടോ, താഴെ അങ്ങനെയുള്ള ഒരു ഭാഗം മുകളിൽ അങ്ങോട്ടേക്കും അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം കറക്റ്റ് അല്ലേ എന്നും കൂടി ചെക്ക് ചെയ്യുക കേട്ടോ. പക്ഷെ നമ്മളിത് ഇങ്ങനെ എടുത്തു വരുമ്പോൾ അങ്ങനെ തന്നെ ആവുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ലേ എന്ന് അങ്ങനെ നോക്കി കറക്റ്റ് ആക്കണം കേട്ടോ.
അങ്ങനെ ഞാൻ പ്ലീറ്റൊക്കെ എടുത്തത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സാരി എടുക്കാനായിട്ട് നോക്കാം. സാരി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ധരിക്കുന്ന ബ്ലൗസ്, ഇൻസ്കർട്ട് അതൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ സാരിക്ക് മേച്ചായ ഇൻസ്കേർട്ടായിരിക്കണം നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ ബ്ലൗസൊക്കെ കറക്റ്റ് അളവായിരിക്കണം. ഇതും കൂടി സാരിക്ക് ഭംഗി കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ, ഇതൊക്കെ കറക്റ്റാണെങ്കിൽ. ഇനി നമുക്ക് സാരി ഉടുക്കുന്നത് എങ്ങനെ നോക്കാം. ഇടത് ഭാഗത്ത് സാരിയുടെ ഒരു തലപ്പ് ടക്കിൻ ചെയ്ത് അങ്ങനെ ടക്കിൻ ചെയ്ത് ഒരു തവണ ചുറ്റി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യേണ്ടത് ആദ്യം. ഇത് ഞാൻ ഒട്ടും സാരി ഉടുക്കാൻ അറിയാത്തവർക്കാണ് കേട്ടോ ഇങ്ങനെ വിശദമായിട്ടൊക്കെ പറയുന്നത്. സാരി ഉടുക്കാനായിട്ട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അവർക്കെല്ലാം ഒട്ടും ഉടുക്കാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ പുറകിലുമൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നതും നമ്മൾ പിന്നീട് ഉടുത്ത് വരുമ്പോൾ ഭംഗി കളയാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നല്ല ക്ലിയറാക്കി ശരിയാക്കിയിട്ട് ആദ്യം തന്നെ ഉടുത്ത് പോവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സാരിയുടെ താഴത്തെ ഭാഗം നിലത്ത് വലിഞ്ഞു പോവാതെയും വളരെ ഉയർന്നു പോവാതെയും നോക്കണം. കണങ്കാലിന് തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് നല്ലത് എന്നാണ് കേട്ടോ പറയുന്നത്. മുന്നിലെ പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ മുന്താണി ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇടാം. ശരിയായ നീളത്തിൽ ഇട്ടതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ബ്ലൗസിലൊന്ന് കുത്തി വയ്ക്കുക. എന്നിട്ടൊന്ന് താൽക്കാലികമായിട്ട് പ്ലീറ്റ്സ് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ശരിയാക്കിയിട്ട് സാരിയുടെ ബോർഡറൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഇനി മുന്നത്തെ പ്ലീറ്റ് എടുക്കാനായിട്ട് തുടങ്ങാം. മുന്താണി നമ്മൾ ഒരു തവണ പുറകിലൂടെ ഒന്ന് ചുറ്റിയിട്ട് വേണം നമ്മുടെ തോളിലേക്ക് ഇടാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒട്ടും അറിയാത്തവർക്കാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് തോളിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് കറക്റ്റാക്കിയിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. മുന്നിലെ പ്ലീറ്റുകൾ എടുക്കുമ്പോൾ ഒത്തിരി കട്ടിയാവാതെ സമല്ലാതെയൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ വൃത്തിയില്ലാതിരിക്കുന്നത്. സാരിയുടെ മുഴുവൻ ലുക്ക് അങ്ങോട്ട് മാറും കേട്ടോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. ചുരുങ്ങിയത് 7 പ്ലീറ്റെങ്കിലും എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. മുന്നിലെ പ്ലീറ്റ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഭാഗം ഒന്ന് കുറച്ച് വലിച്ച് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് തുടങ്ങുക. ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയിട്ടോ. നിങ്ങൾക്കത് നല്ല ഷേപ്പിന് കുറച്ച് താഴേക്കായിട്ട് എടുത്ത് വെച്ച് പിൻ ചെയ്യാം. പിന്നെ അതാ നന്നായിട്ട് പ്ലീറ്റുകൾ എടുക്കുക. ഒരേ അളവിന് കറക്റ്റായിട്ട് പ്ലീറ്റുകൾ എടുക്കുക. പ്ലീറ്റുകൾക്ക് വീതി കൂടാതെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുക്കുന്നതാണ് നല്ലത്. പ്ലീറ്റുകൾക്ക് വീതി കൂടുമ്പോൾ ഉടുക്കുന്ന ആൾക്ക് പ്രായം കൂടുതൽ തോന്നിക്കും കേട്ടോ അങ്ങനെയുള്ള വലിയ വലിയ പ്ലീറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുക്കുക. ഓരോ പ്ലീറ്റും ഒരേ വീതിയിൽ വരാൻ ശ്രദ്ധിക്കുക. പ്ലീറ്റ്സ് നന്നായി ഒതുക്കി പിടിച്ച് താഴെ ഭാഗം നേരെയാക്കി ഇൻസ്കർട്ടിൻ്റെ നടുവിൽ ടക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലെ പ്ലീറ്റ് എടുത്ത് കുത്തിയതിന് ശേഷം നമ്മളിതാ ആ സൈഡ് കൂടെ കാണുന്ന ഒരു ഭാഗത്ത് കൈയിട്ടിട്ട് നമുക്ക് ആ ഒരു വയറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു കസവ് നമ്മളവിടെ കുറച്ച് പിൻ ചെയ്ത് വെച്ച ആ ഭാഗം കുറച്ച് അവിടെ ഇങ്ങനെ തുണി കിടക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് വലിച്ച് ഇവിടെ കുത്തി വയ്ക്കാം. പിന്നീട് ഈ ബാക്കി വരുന്ന കുറച്ച് ഭാഗം ഒന്നും കൂടി നന്നായി പുറകിലേക്ക് വലിച്ച് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുത്ത് പോവുക കേട്ടോ. പുറകിലേക്ക് ടക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് അതും കൂടിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരിയുടെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ
എല്ലാം ഒന്ന് നീറ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമാണ് കേട്ടോ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സാരി ഉടുക്കൽ കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ മിനുക്ക് പണികളാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് പ്ലീറ്റുകളൊക്കെ ശരിയാക്കി കൊടുക്കുക. ഇവിടെയാണ് കേട്ടോ സാരിയുടെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഒന്ന് ഒതുക്കി ശരിയാക്കി കസവുകളൊക്കെ കറക്റ്റാക്കി കൊടുത്ത് ഒന്ന് നേരെയാക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നടക്കുമ്പോൾ കംഫർട്ടാണോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ കാണാതിരിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇനി നമുക്ക് പിന്നുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സാരി ലുക്ക് കിട്ടും കേട്ടോ. അടിപൊളി ലുക്ക് കിട്ടാനായിട്ട് ഒരു 3-4 ടിപ്പുകളും കൂടി ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തെ ടിപ്പ്, ഇൻസ്കർട്ട് നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കണം. രണ്ടാമത്തെ, നല്ല ക്വാളിറ്റി ഉള്ള സേഫ്റ്റി പിന്നുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, പല്ലു വളരെ നീളമുള്ളതോ ചെറുതോ ആകരുത് കേട്ടോ, അത് കറക്റ്റ് അളവിനായിരിക്കണം. നാലാമത്തത്, സാരി ഉടുത്ത ശേഷം എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കൊക്കെ ഏതുതരം സാരികളാണ് ഉടുക്കാൻ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും മുൻകൂറായിട്ട് ഓണാശംസകൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.